കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ ടൂറിസ്റ്റ് ട്രാവലർ മറിഞ്ഞ് 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കോട്ടയ്ക്കൽ ചങ്കുവെട്ടി സ്വദേശി എലീസയാണ് മരിച്ചത്. ട്രാവലറിനുള്ളിൽ കുട്ടികൾ ഉൾപ്പെടെ 21 പേർ ഉണ്ടായിരുന്നു. അഖില CP ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അഖില, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? കുഞ്ഞ് മരിച്ചതായി സ്ഥിരീകരണം വരികയാണ്. എത്ര പേരുണ്ടായിരുന്നു? 21 പേരിൽ മറ്റുള്ളവരുടെ സ്ഥിതിയൊക്കെ, ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയാണ്? രതീഷ്, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത്. ട്രാവലറിൽ 21 പേരുള്ള ട്രാവലർ ഇത്തരത്തിൽ വൈദ്യുതി കമ്പിയിൽ തട്ടി വീഴുകയായിരുന്നു. അതായത് 21 പേരടങ്ങിയ ഈ ഡ്രൈവറുടെ ഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കുളിരാമുട്ടി എന്ന് പറയുന്നത് ഒരു ഇറക്കമാണ്. ഈ ഇറക്കത്തിലെത്തിയപ്പോൾ ഇത്തരത്തിൽ ബ്രേക്ക് കിട്ടിയില്ല. അങ്ങനെ വൈദ്യുതി കമ്പിയിൽ ഇടിച്ച് ട്രാവലർ മറിയുകയായിരുന്നു എന്തായാലും ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് 6 വയസ്സുകാരനിക്ക് ഒരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. 2 പേരുടെ നില ഗുരുതരമായിരുന്നു. അതായത് മുക്കം KMCT മെഡിക്കൽ കോളേജിലായിരുന്നു ഈ പരിക്കേറ്റവരെ എല്ലാം പ്രവേശിപ്പിച്ചിരുന്നത്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. അതിൽ 6 വയസ്സുകാരി എന്ന് പറയുന്ന അലീസ, കോട്ടയ്ക്കൽ ശങ്കുവെട്ടി സ്വദേശി എലീസയാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയതായിട്ടുള്ള വാർത്ത വരുന്നത്. അതായത് ഇന്ന് നമുക്കറിയാം സംസ്ഥാനത്ത് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു അപകടം വരുന്നത്. അത് വളരെ ദാരുണമായൊരു സംഭവം. അതായത് ഗുരുതര നില തുടരുകയാണ് ഒരാളുടെ.